ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സവാള നമുക്കൊന്ന് പൊരിച്ചിട്ട് ഇതിൽ അരച്ചെടുക്കാം. മീനിൻ്റെ കറിയൊക്കെ ഞാൻ മീനിൻ്റെ ഒരു കറി അതിലിട്ടിട്ടുണ്ട് ഇതേമാതിരി. അതുപോലെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്. ഇതൊരു 750 ഗ്രാം ചിക്കൻ ഉണ്ട്. 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. ഉപ്പ് കുറഞ്ഞാലും നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ചേർത്ത് ഇളക്കിയിട്ട് മൂടിയിട്ടാണ് വെക്കാം. ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ മതി. നന്നായി കുഴച്ചെടുക്കാം. ഉണ്ടോ? നന്നായി കുഴച്ചെടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയുണ്ട്, കുറച്ച് വലിയ സവാളയാണ്, കുറച്ച് ബദാം, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പട്ട, 2 കരിയാമ്പൂ, അതുപോലെ തന്നെ 2 ഏലക്കായ. ഒന്ന് മൊരിഞ്ഞ് അധികം ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കളറൊന്ന് മാറി വന്നാൽ മതി. സവാളൻ്റെ ഒന്ന് കളർ മാറി വരട്ടെ. ഈ ഉള്ളി ഇങ്ങനെ വന്നാൽ മതി. സവാള ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അതാണ് സ്പെഷ്യലായിട്ട് വെക്കുന്നത്. ഉണ്ടാവും ചൂടാക്കുക, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആ ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെയാണ് ഇത്. അതിലേക്ക് 2-3 ഉണക്കമുളക്, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തീ ഓഫാക്കാം. ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓഫാക്കിയത് എന്താ വെച്ചാൽ അത് കറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് കുറച്ച് സമയം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കണ്ടോ? അത്ര മൂത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുഴച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനിയിപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഉണ്ടോ? ഇനി ഇത് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നന്നായി അരഞ്ഞിട്ട് നമുക്ക് കണ്ടോ? ഇത് ചേർത്തിളക്കിയെടുക്കാം. നമുക്ക് ചേർത്തിളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടിക്കൊടുക്കാം. അപ്പോൾ നന്നായി ചേർത്തിളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനുണ്ട്. കുറച്ചുകൂടെ വെള്ളം മിഷ്യൻ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേണം കണ്ടോ? ഇതിൽ കിടന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പും കൂടി ഇട്ട് വെക്കാം. ഇത് നമുക്കിത് നന്നായി മൂടിക്കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം.
ഇപ്പോൾ കണ്ടോ നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചട്ടെ. ഇതുപോലെ ഞാനൊരു മീൻ കറി ഇതിൽ വെച്ചിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് നോക്കാണ്ട് ഞാൻ എല്ലാം അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നോക്കിയാൽ ഉള്ളിയൊന്നും കാണില്ല. പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ നന്നായി ഒരു കറിയാണ് ഇത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഉപ്പും മുളകും എല്ലാം കണക്കാണ്.